ഇന്ന് നമ്മൾ ഉണ്ണിപ്പിണ്ടി മുതിരയും കൂടിയാണ് കൂട്ടാൻ വെക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ഉണ്ണിപ്പിണ്ടി കഴിക്കണത് നല്ലതാണ് ശരീരത്തിന്. ഇപ്പോൾ നല്ല ഹൈ പ്രഷർ ഉള്ളവരൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഉണ്ണിപ്പിണ്ടിയുടെ നീരിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹൈ ആയിട്ടുള്ളവർക്കൊക്കെ നോർമലാവും. പക്ഷെ അത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ പെട്ടെന്ന് കുറയട്ടെ എന്ന് പറഞ്ഞാൽ കുറേ ജ്യൂസൊക്കെ എടുത്ത് കുടിച്ച് കഴിഞ്ഞാൽ വല്ലാണ്ട് പ്രഷർ കുറഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആരും അങ്ങനെ കഴിക്കണ്ട. ഇതൊരു ഫുഡ് ഐറ്റംസ് ആണെങ്കിലും നല്ലപോലെ പ്രഷർ കുറയ്ക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കഴിച്ചാൽ മതി. കറിയുടെ കൂടെ ഇത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴൊക്കെ നമുക്ക് വെച്ച് കഴിക്കാം. ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ വെച്ച് കഴിച്ചാലും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഉണ്ണിപ്പിണ്ടിയൊക്കെ ഇപ്പോൾ കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് സാധാ മുതിര കറി വെക്കണതിലിട്ട് കഴിക്കുക. ഇപ്പം ഞങ്ങൾ ഉണ്ണിപ്പിണ്ടി മുതിരയും കൂടിയാണ് വെക്കുന്നത്. പിന്നെ പയറിലിട്ട് വെക്കാം, പരിപ്പിലിട്ട് വെക്കാം, അങ്ങനെയൊക്കെ കഴിക്കാം. പിന്നെ ഈ പ്രഷർ ഉള്ളവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇട്ടിട്ട് വെച്ചിട്ടും കഴിക്കാം കേട്ടോ. ഉപ്പേരി കാച്ചിട്ട് മുളക് ഇട്ടിട്ട് സാധാരണ നമ്മൾ ഉപ്പേരി കറി വെക്കണ പോലെയൊക്കെ വെക്കാം. പിന്നെ അതൊരു നാച്ചുറൽ ഫുഡാണല്ലോ, നമുക്ക് അതിൽ ഒരു കെമിക്കലും ഇടാനോ ഒന്നും പറ്റില്ല. അതൊന്നും അതിൻ്റെ ഉള്ളിൽ പൊളിച്ചെടുത്തിട്ടൊക്കെയാണല്ലോ നമ്മൾ ഉണ്ടാക്കി കഴിക്കണത്. അപ്പോൾ അത്രയും ഗുണം അതിനുണ്ടായിരിക്കും. പിന്നെ ഇങ്ങനത്തെ മുറൊക്കെ ഇപ്പോൾ ഇവിടെ എവിടെയും കാണാനില്ലാണ്ടായിട്ടോ. അപ്പോൾ ഈ മുറൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒരു പഴയകാല ഓർമ്മകളൊക്കെ വരുന്നുണ്ട്. ഇത് എൻ്റെ ആങ്ങളുടെ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിന് നല്ല ടേസ്റ്റ് എന്ന് പറയാനൊന്നുമില്ല. പക്ഷേ ഇതിൽ നമ്മൾ ഇട്ട് വെക്കണ എന്താ ഇട്ട് വെക്കണ അതാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. കൂടുതൽ നമുക്ക് തിന്നാൻ പറ്റണത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇപ്പോൾ മുതിരയാണ് ഇടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മുതിര വറുത്ത് വേവിച്ച് ഒരു മുക്കാൽ വേവാകുമ്പോൾ പിന്നെ നമ്മൾ ഇത് ഇട്ട് കൊടുത്ത് ഇതും വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ഉള്ളി, മുളക്, കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് കാച്ചി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അതേമാതിരി കപ്പയുടെ കൂടെ ഇട്ടിട്ട് വെക്കാൻ പറ്റും കേട്ടോ. കപ്പ ഇതും ഇട്ടിട്ട് അതേപോലെ തന്നെ നമ്മുടെ നാളികേരമൊക്കെ അരച്ച് വെച്ചിട്ടൊക്കെ വെക്കും. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് അതിൻ്റെ കൂടെ ഇടുന്ന ഐറ്റംസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റാണ് നമുക്ക് കിട്ടുക. ഇതിൽ ഈ പറഞ്ഞ മാതിരി വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് ആയതുകൊണ്ട് അത്ര ഇത് തന്നെ തിന്നാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുത്തി കാച്ചാന്ന് പറയും. നമ്മൾ ഉള്ളിയും മുളകും കറിവേപ്പിലും ഇട്ടിട്ട് നല്ലോണം മുരിച്ചെടുത്തിട്ട് അതിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കട്ടൻ ചായരക്കൂടെയൊക്കെ നന്നായിട്ടുണ്ടാവും. ഞങ്ങൾ ചോറിൽ കൂട്ടിയിട്ട് കഴിക്കാനാണ് ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റാണ് ഇത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.